welcome back to Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just begin. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഹിസ്റ്ററിയിലെ ടൈം ലൈൻ ആൻഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ 4 കോൺസെപ്റ്റ്സ് ആണ്. ഈ 4 കോൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 4 മാർക്ക് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഏതൊക്കെയാണ് ആ ഒരു കോൺസെപ്റ്റ്സ് നോക്കാം. സോ ദ ഫസ്റ്റ് കോൺസെപ്റ്റ് ദാറ്റ് ഈസ് ജിയോളജിസ്റ്റ് ആണ്. എന്താണ് ജിയോളജിസ്റ്റ് ആണ് അല്ലെ? ജിയോളജിസ്റ്റ് ആണ്. എന്താണ് ജിയോളജി മീൻസ് സ്റ്റഡി ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന പഠനശാഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോളജി എന്ന് പറയുന്നത് അല്ലെ? ജിയോളജി എന്ന് പറയുന്നത് അത് നടത്തുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എർത്തിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്? സോയിൽ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റോൺസ് ഉണ്ട്, ഹിൽസ് ഉണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, സീസ് ഉണ്ട്, ഓഷ്യൻസ് ഉണ്ട്, അതർ പാർട്സ് ഓഫ് ദി എർത്ത് ആണ്. എർത്തിന്റെ വരുന്ന എല്ലാ തരത്തിലുള്ള പാർട്സിനെ കുറിച്ചും ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചും പഠിക്കുന്ന ടീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ജിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ? അത് സിമ്പിൾ ആയിട്ട് ഓർത്ത് എങ്ങനെ വെക്കാം മക്കളെ? നോക്കിയേ എന്താണ്? സ്റ്റഡി ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് ആണ് അല്ലെ? ജിയോ എന്നുള്ള വേർഡ് ഉണ്ടല്ലോ മക്കളെ, ഇവിടെ ജിയോ എന്നുള്ള വേർഡ് ഉണ്ടല്ലോ. ഈ ജിയോനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് എർത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് ജോഗ്രഫി എന്ന് പറയുന്ന പഠനം ഇല്ലേ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഭൂമിശാസ്ത്രമായിരുന്നില്ലേ? അതേപോലെ എന്ത് ചെയ്യാം? ജിയോ എർത്തുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു കാര്യം ഓർത്ത് വെക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്ത് ഫസ്റ്റ് കോൺസെപ്റ്റ് സെറ്റ് ആയി പഠിച്ചിട്ട് സെക്കൻഡ് കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. പാലിയോണ്ടോളജിസ്റ്റ്. എന്താണ് പാലിയോണ്ടോളജിസ്റ്റ് എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സിമ്പിൾ ആടാ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റഡി ദ റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് അല്ലെ? പ്ലാന്റ്സിന്റെ റിമൈൻസിനെ കുറിച്ച്, അവശിഷ്ടങ്ങളെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ എന്താണ്? ആനിമൽസിനെ കുറിച്ച്, പിന്നെ ഹ്യൂമൻസ് ഫ്രം മില്യൺസ് ഇയേഴ്സ് ഓഫ് ഇൻ ദ ഫോംസ് ഓഫ് ഫോസിൽ അല്ലെ? ഫോസിലിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയുണ്ട്? ഹ്യൂമൻസിനെ കിട്ടില്ലേ ഫോസിലിന്റെ രൂപത്തിൽ? ഇവിടെ നിങ്ങൾക്ക് കാണാം, ഹ്യൂമൻസിനെ കാണാം, നിങ്ങൾ മൂവീസിലൊക്കെ കാണാറില്ലേ? സെയിം സാധനടാ. പിന്നെ ആനിമൽസിനെ, പല മൃഗങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ഫോസിൽസിന്റെ രൂപത്തിൽ കിട്ടാറുണ്ട്. പിന്നെ പ്ലാന്റ്സിനെയും കിട്ടാറുണ്ട്. ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുന്ന ടീംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? പാലിയോണ്ടോളജിസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് പാലിയോണ്ടോളജിസ്റ്റ്? സെറ്റ് ആണല്ലോ? സെറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ഏതാണ്? ആന്ത്രോപോളജിസ്റ്റ് ആണ്. സോ എന്റെ എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യുക? ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2 ടേംസ് നിങ്ങൾ പഠിച്ച സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് പിന്നെ കമന്റ് ബോക്സിൽ ഇടുകയും ലാൻഡ് ഇമോജി ഇടുകയും ചെയ്യുക. ഓക്കെ, സാറിന്റെ ഫേവറേറ്റ് ഇമോജി എന്ന് പറയുന്നത് ലാൻഡ് ഏതാണ്? പെട്ടെന്ന് അത് ഇടുക. ഓക്കെ, സോ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ആന്ത്രോപോളജിസ്റ്റ് ആണ്. ആരാണ്? ആന്ത്രോപോളജിസ്റ്റ് ആണ്. സിമ്പിൾ ആണ്. ഇത് ഓൾറെഡി എന്റെ കുഞ്ഞുമക്കൾ കേട്ടതായിരിക്കും. സിമ്പിൾ ആണടാ. എന്താണ്? സ്റ്റഡി ദ ഹ്യൂമൻ സൊസൈറ്റീസ് ആണ്. ഹ്യൂമൻ സൊസൈറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു ആൻഡ് കൾച്ചേഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. എപ്പോഴുള്ളത് മക്കളെ? ഫ്രം ദ ഓൾഡസ്റ്റ് ടു ദി പ്രസന്റ് അല്ലെ? പണ്ട് കാലം, അന്ധകാലം മുതൽ ഇന്തകാലം വരെയുള്ള നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചും കൾച്ചേഴ്സിനെ കുറിച്ചും അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്തതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്ന ടീംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ അല്ലെ? നമ്മൾ ഒരുപാട് ഫോർ എക്സാമ്പിൾ എന്താണ്? എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സ്റ്റോൺസോ എന്തെങ്കിലും ടൂൾസ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഏത് കാലത്ത് ആളുകൾ യൂസ് ചെയ്താണ്, എന്തിന് യൂസ് ചെയ്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത ടീംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്, ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ? ഇവരാണ് ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് മക്കളെ? ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടീം കൂടി ഉണ്ട്. എന്താണ്? ആർക്കിയോളജിസ്റ്റ്. ഇതാണ് 4th കോൺസെപ്റ്റ്. സിമ്പിൾ ആടാ. എന്താണ് ഇവർ ചെയ്യുന്നത്? സ്റ്റഡി ദ പാസ്റ്റ്. ഇവർ എന്ത് ചെയ്യുന്നു? പാസ്റ്റിനെ കുറിച്ച്, കഴിഞ്ഞ കാലത്തെ കുറിച്ച് എന്ത് ചെയ്യാണ്? ഇവര് സ്റ്റഡി നടത്തുകയാണ്. ബൈ ഡിഗിങ് അപ്പ് റിമൈൻസ് ദാറ്റ് പീപ്പിൾ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലെഫ്റ്റ് ബിഹൈൻഡ് സച്ച് ആസ് ബെഡ്, ഫിഗറൈൻ, ടോയ്സ്, ബോൺസ്, ടീത്ത്, ഹ്യൂമൻസ്. പണ്ട് ആളുകൾ യൂസ് ചെയ്തിരുന്ന എന്താ പറയാ, പണ്ട് ആളുകൾ യൂസ് ചെയ്യുന്ന പല റിമൈൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ്, ഇവരൊക്കെ ലെഫ്റ്റ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഫിഗറൈൻസ്, ടോയ്സ്, ബെഡ്സ്, ബോൺസ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ പല്ല്, പണ്ടത്തെ ആളുകൾ എന്താ പറയാ, പല്ല് അവര് സൂക്ഷിച്ചു വെച്ച പല്ലിന്റെ അവശിഷ്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ബേൺഡ് ഗ്രെയിൻസ്, പാർട്സ് ഓഫ് ദി ഹൗസ് ബ്രിക്സ്, ഒരുപാട് കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇഷ്ടിക കഷ്ണങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മളെയൊക്കെ വീടിന്റെ പറമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? പണ്ടത്തെ ചട്ടി കിട്ടും, പാത്രം കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ? ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക? ഈ റിമൈൻസിനെ കുറിച്ച് മെയിൻലി ഇവരെന്ത് ചെയ്യും? സ്റ്റഡി ചെയ്യും. അവരാണ് ആര്? ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് 4th കോൺസെപ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ച് സെറ്റായി പഠിച്ചു വെക്കുക. സോ ആന്ത്രോപോളജിസ്റ്റ് ആരായിരുന്നു മക്കളെ? ശ്രദ്ധിക്കുക. ആന്ത്രോപോളജിസ്റ്റും ആർക്കിയോളജിസ്റ്റും കുഞ്ഞുമക്കളോട് മാറിപ്പോരുത്. ആന്ത്രോപോളജിസ്റ്റ് ബേസിക്കലി എന്താ ചെയ്യുക? ഹ്യൂമൻ സൊസൈറ്റിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും പഠിക്കുകയാണ്. ആ കൾച്ചറിനെ കുറിച്ചും ഹ്യൂമൻ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് എന്ത് വേണം? ആർക്കിയോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണം. ബിക്കോസ് എന്താണ്? അവരെങ്ങനെയാണ് പഠിക്കുക? നമുക്ക് കിട്ടുന്ന ഓരോ റിമൈൻസ് അല്ലെ? പാത്രങ്ങൾ ഉണ്ടാവും, ചെമ്പ് പാത്രം ഉണ്ടാവും, പിന്നെ സ്റ്റോൺസ് ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യാം? അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അങ്ങനെ സ്റ്റഡി നടത്താൻ. സോ അത്രയാണ് നിങ്ങൾക്ക് 4 കോൺസെപ്റ്റ് പഠിക്കാനുള്ളത്. I hope you understood. So എന്ത് ചെയ്യുക? നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഏരിയ അറിഞ്ഞിരിക്കുക. So thank you so much. Happy learning. And this video is over, but the roar of learning never ends. This is your man Ashik sir, just signing off. Bye.